നമുക്കിന്ന് സ്റ്റഫഡ് ബട്ടർഫ്ലൈ ആയാലോ? ഞാൻ ഒത്തിരി നാൾ മുന്നേ, അതായത് എൻ്റെ ചെറുതിലേക്ക് അത്യാവശ്യം ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല റിച്ചായിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും വീട്ടിൽ ഹാളിൽ ഭിത്തിയിലും ബെഡ്റൂമിലെ ഭിത്തിയിലും ഒക്കെ ചെറിയ ബട്ടർഫ്ലൈ തൊട്ട് ഒരു 5 പീസ് ബട്ടർഫ്ലൈ ഉണ്ടാവും. ചെറുത്, അതിൻ്റെ വലുതായിട്ട് ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവുമേ. അപ്പോൾ എനിക്കതന്ന് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ക്രേസായിരുന്നു. ആ സാധനം മേടിക്കണം, എൻ്റെ ബെഡ്റൂമിൽ അതേപോലെ ഒട്ടിച്ച് വെക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എന്താ പറയുക, ഞങ്ങൾക്ക് ആഹാരം തരാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പിന് പോകുന്ന കണ്ടപരിടങ്ങളിലെല്ലാം കാട് പറിക്കാൻ പോകുന്ന ഞങ്ങളുടെ അമ്മയോട് എനിക്കത് ചോദിക്കാനൊരു മടിയായിരുന്നു. പക്ഷെ ഞാനൊരു പ്രാവശ്യം ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ അമ്മ വേറൊരാളോടിങ്ങനെ സങ്കടത്തോടെ പറയണം ഞാൻ കേട്ടിട്ടുണ്ട്. കൊച്ചു ചോദിച്ചിട്ട് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല, എൻ്റെ കയ്യിൽ പൈസയും ഇല്ല, അതെവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതും എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല, അതുകൊണ്ട് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്ന് അമ്മ ഒരു പ്രാവശ്യം സങ്കടത്തോടെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഞാൻ ആ സാധനത്തിനെ ഇഷ്ടപ്പെടാനോ ആഗ്രഹിക്കാനോ പോയിട്ടില്ല. അതേപോലെ തന്നെ എനിക്കിഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഞാൻ അമ്മയോട് ഷെയർ ചെയ്യാതായി. കാരണം അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടാകത്തില്ല. ഞങ്ങൾ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അമ്മ എന്ത് കാര്യവും പെൻഡിങ് വെച്ചിട്ട് ഞങ്ങൾക്ക് സാധിച്ചു തരുമായിരുന്നു. പക്ഷേ ഈ ഒരു കേസ് ചോദിക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയായി. പിന്നീട് ഏതാഗ്രഹം വന്നാലും എന്താവശ്യം വന്നാലും പിന്നീട് അമ്മയോടൊന്ന് മടിച്ച് പറയണോ വേണ്ടേ, കയ്യിൽ പൈസ ഉണ്ടാവുമോ, ഇനി പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനോട് കൂടിയിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ എൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് എന്ത് ചോദിച്ചാലും മേടിച്ചു തരുന്ന, എന്തിഷ്ടവും സാധിച്ചു തരുന്ന, എന്തിനും കൂടെ നിൽക്കുന്ന സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ട്. എന്നാലും എൻ്റെ ആ സ്വഭാവത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാൻ പോക്കറ്റിൽ കാശുണ്ടെങ്കിലും വേണോ വേണ്ടേ അല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ തീരുമാനിക്കുന്ന ഒരാളാണ്. അതെല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. പക്ഷേ എൻ്റെ മോൻ്റെ കാര്യത്തിലും എൻ്റെ കെട്ടിയവൻ്റെ കാര്യത്തിലും എൻ്റെ അമ്മയുടെ കാര്യത്തിലും ഞാൻ വളർത്തുന്ന പെറ്റ്സിൻ്റെ കാര്യത്തിലും ഈ പിശുക്ക് ഞാൻ കാണിക്കാറില്ല. എൻ്റെ സ്വന്തം കാര്യത്തിൽ മാത്രമേ ഞാനത് കാണിക്കാറുള്ളൂ എന്നുള്ളതും സത്യമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നീട് ഞാനങ്ങനെ ചോദിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു കഥ പറയും. അതായത് ബേബി ഇങ്ങനെ ഷോപ്പിലൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്ലഫി ടോയ്സൊക്കെ കാണുമ്പോഴത്തേക്കും വേണമെന്ന് പറയുമ്പം അല്ലെങ്കിൽ ബേബിക്ക് മേടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇക്കച്ചി എന്നോട് പറയാറുണ്ട്. പണ്ട് ഇക്കച്ചി വള്ളക്കടവിലാണ് കേട്ടോ അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മുടെ പള്ളി നടത്തുന്ന സ്കൂളുണ്ടല്ലോ, ക്രിസ്ത്യൻസ് നടത്തുന്ന ആ സ്കൂളിലാണ് ഇക്കച്ചി പഠിച്ചിട്ടുള്ളത്. LKG UKG pre-KG അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ അവരുടെ സ്കൂൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഫോറിനേഴ്സ് വരും അത്രേ. അങ്ങനെ വന്നൊരു ഫോറിനർ ഇക്കച്ചിക്ക് ഒരു പ്രാവശ്യം ഒരു ഡോഗിൻ്റെ ഫ്ലഫി ടോയ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കല്യാണത്തിൻ്റെ തിരക്കും വീട് വൃത്തിയാക്കലും അതിൻ്റെ ഇടയിലേക്ക് ആ ഫ്ലഫി ടോയ് എവിടെയോ മിസ്സായി എന്ന് ഇക്കച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കച്ചി ഇന്നും അത് സങ്കടത്തോടെ പറയും, എൻ്റെ കയ്യിൽ നിന്ന് എവിടെ പോയെന്ന് എനിക്കറിയാൻ പാടില്ലടി, എനിക്കത് ഒത്തിരി ഇഷ്ടമായിരുന്നു, ഇത്രയും വർഷം ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന്. ഒരുപക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പെട്ടെന്ന് അവൈലബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഞങ്ങളതുപോലുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് ചോദിക്കുന്ന സാധനം മേടിച്ചു കൊടുത്ത് അവരത് സെക്കൻഡുകൾക്ക് അകം നശിപ്പിച്ച് കളഞ്ഞാലും പുതിയ അതേ സാധനം മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന പാരൻസാണ് കേട്ടോ എന്നുള്ളത്. പക്ഷേ എൻ്റെ മോൻ്റെ കേസിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഓരോ സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ച പോലെ അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ പൈസയുണ്ടോ എന്ന് ചിന്തിച്ച് ഓരോ സാധനങ്ങൾ മേടിക്കാൻ ആഗ്രഹിച്ച പോലെ ചില ആഗ്രഹങ്ങളൊക്കെ ചില സാഹചര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത് വേണ്ടാന്ന് വെച്ച പോലെ എൻ്റെ മോനും സാഹചര്യങ്ങളനുസരിച്ച് വളരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ അക്കച്ചി നേരെ ഓപ്പോസിറ്റാണ്. എൻ്റെ മോന് എനിക്ക് കിട്ടാത്ത എല്ലാ കാര്യങ്ങളും എൻ്റെ മോന് കിട്ടണം. ഞാൻ ആഗ്രഹിച്ചാൽ എനിക്ക് ചെയ്യാൻ സാധിക്കാതെ പോയ എൻ്റെ കാര്യങ്ങളിൽ പലതും എൻ്റെ മോൻ സാധിക്കണം. അതേപോലെ തന്നെ എന്താ പറയുക, മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന സാധനം കണ്ട് കൊതിച്ച് അത് കിട്ടാതെ സങ്കടത്തോടെ എൻ്റെ മുന്നിരിക്കാൻ പാടില്ല. അങ്ങനൊരു മൈൻഡിൽ പോണൊരു ഹസ്ബൻഡാണ് എനിക്കുള്ളത്. പുള്ളി ഞങ്ങളുടെ രണ്ടാളുടെയും കാര്യത്തിൽ എന്തും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്, എന്ത് വേണമെങ്കിലും ചെയ്തു തരാനും തയ്യാറാണ്. അപ്പോൾ ഞാനൊരു ലക്കിയസ്റ്റ് പേഴ്സണാണ് ആസ് എ മദർ, ആസ് എ വൈഫ് ആൻഡ് ആസ് എ ഡോട്ടർ. ഞാൻ ഒത്തിരി ലക്കി ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. പല കാര്യങ്ങളിലും അങ്ങനെയാണ്. ചോദിക്കുന്ന കാര്യങ്ങൾ മേടിച്ചു തരുന്നത് മാത്രമല്ല, എന്ത് കാര്യത്തിനും എൻകറേജ് ചെയ്യുന്ന, എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നൊരു നല്ല ഹസ്ബൻഡും നല്ലൊരു ഫാമിലിയും കുട്ടി ക്യൂട്ടായിട്ടുള്ളൊരു മോനുള്ളൊരു ഹാപ്പിയസ്റ്റ് പേഴ്സണാണ് ഞാൻ. പറഞ്ഞ് ഒത്തിരി വേറെ കാര്യങ്ങളിലേക്ക് പോയല്ലേ. നമ്മുടെ ബട്ടർഫ്ലൈയുടെ സ്റ്റോറി പറയാൻ ഞാൻ വിട്ടുപോവുകയും ചെയ്തു. ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ തൊട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമാണ്. ഞാൻ അതിൽ നിന്ന് കണക്ട് ചെയ്ത് അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾക്ക് ബോറടിച്ചോ? ഇല്ല എന്ന് ഞാനങ്ങ് വിശ്വസിക്കാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാനതിനെ നമ്മുടെ ബൾബ് കൂട്ടൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണേ. കാരണം എനിക്ക് വെക്കാൻ വേറെ സ്ഥലമില്ല, അത്ര തന്നെ. അപ്പോൾ ഞാൻ അവനെ കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അവൻ്റെ കണ്ണിന് ഞാൻ സെറ്റ് ചെയ്തത് 2 മുത്ത് വെച്ചിട്ടാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്താൽ എപ്പോഴും പാളും. അങ്ങനെ പാളിച്ചകൾ പറ്റി ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ്, നമുക്ക് മുത്ത് വെച്ചങ്ങ് ചെയ്യാമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായോ നിങ്ങൾക്ക്? ബട്ടർഫ്ലൈ ഇഷ്ടമായോ?